ഫ്രണ്ട്സ് എല്ലാവർക്കും എയർ മോട്ടോറിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു റൈഡർ മോഡൽ വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടിയിലെ കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്ന ടൈമിൽ നമുക്ക് വീല് കറങ്ങില്ല, ബാക്ക് വീല് കറങ്ങാൻ നിൽക്കുന്ന ഒരു കംപ്ലൈന്റാണ് ഈ വണ്ടിക്ക് വരുന്നത്. അതിന്റെ ബെൽറ്റ് ഉള്ളിൽ പൊട്ടിയിട്ടുണ്ടായിരിക്കണം. അപ്പോൾ നമുക്കൊന്ന് അഴിച്ച് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഭാഗം അഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന്റെ ഉള്ളിലാണ് നമുക്ക് ബെൽറ്റ് വരുന്നത്. ഈ ഒരു ബോൾട്ടുകളെല്ലാം നമുക്കൊന്ന് അഴിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ബെൽറ്റ് പൊട്ടിയിരിക്കുകയാണ്. ഈ ഒരു ബെൽറ്റ് ഇത്രയും പൊട്ടിക്കൊണ്ടാണ് ഈ ബാക്ക് വീലിലേക്കുള്ള ഡ്രൈവ് പോകാത്തത്. അപ്പോൾ നമുക്ക് ഈ ബെൽറ്റ് മാറുമ്പോൾ അതിൻ്റെ കൂടെ മാറാനുള്ളത് പറഞ്ഞാൽ അതിൻ്റെ വേരിയൻ്റെ ബോഡി, അതിൻ്റെ ബുഷും കാര്യങ്ങളൊക്കെ മാറാറുണ്ട്. അതെങ്ങനെയാണുള്ളത് കാണിച്ചു തരാം. ഇത് നമ്മൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗം ഒന്ന് അഴിച്ചെടുക്കണം. അതുപോലെ തന്നെ വേരിയേറ്ററിൻ്റെ ബോഡി ഇരുത്ത ഈ ഒരു ഭാഗം നമ്മൾ അഴിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു ബോട്ട് നമുക്ക് ഇളക്കിയെടുക്കണം. അതുപോലെ തന്നെ നമുക്ക് അടുത്ത അഴിക്കാനുള്ളത് ഇവിടുത്തെ ഒരു 17ന്റെ നെറ്റ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു 17ന്റെ നെറ്റ് കൂടെ അഴിച്ചെടുക്കുക. ഇതാണ് നമ്മുടെ വേരിയേറ്റർ ബുഷ് എന്ന് പറയുന്ന സാധനമാണത്. ഈ വേരിയേറ്റർ ബുഷും അതുപോലെ തന്നെ ഈ ബോഡിയും നമ്മൾ ബെൽറ്റ് മാറുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ മാറാനുള്ള സാധനമാണ് ഈ വേരിയേറ്ററിൻ്റെ ബോഡിയും ഈ ബുഷും നമുക്ക് മാറണം. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ബോഡിയിൽ ഇതുണ്ട്, ഇതുപോലെ ജസ്റ്റ് ഒരു കുഴു വരും. ഇതിനൊക്കെ ഒരു കുഴുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബെൽറ്റ് പെട്ടെന്ന് ഇവിടെ തന്നെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതാണ് ഈ ബെൽറ്റ് മാറുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു വേരിയേറ്ററിൻ്റെ ബോഡിയും ബുഷും കൂടി മാറാൻ വേണ്ടി പറയണം. അപ്പോൾ നമുക്ക് ഇതെല്ലാം പുതിയതിടാം. ഇനി നമുക്ക് വേരിയൻ്റെ ബുഷ് ഇതിൽ സെറ്റ് ചെയ്യണം. നമ്മുടെ ബി ബുഷ് എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ ഈ ഒരു ബി ബുഷ് കൂടി മാറാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ ഈ ഒരു 3 ബുഷാണ് പറഞ്ഞത്. 3 ബി ബുഷാണ് നമുക്ക് പറഞ്ഞാൽ. ഈ 3 ബി ബുഷ് ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ട് ഇവിടെ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ബെൽറ്റ്, ഈ ഒരു ബെൽറ്റ് നമ്മളിതിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ബെൽറ്റ് യമഹയുടെ ബെൽറ്റിൽ നമ്മൾ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ആരോ മാർക്കുണ്ട്. ഈ ഒരു ആരോ മാർക്ക് നമ്മൾ കറക്റ്റ് ഈ ഒരു റൊട്ടേഷൻ ആവുന്ന ഭാഗത്തേക്ക് തന്നെ ഈ ആരോ മാർക്ക് ഇടാൻ വേണ്ടി ശ്രമിക്കുക. യമഹയുടെ വണ്ടികളാണ് കൂടുതൽ ഈ ഒരു ആരോ മാർക്ക് വരുന്നത്. ഇപ്പോൾ തിരിഞ്ഞു പോയാലും മറ്റ് വൈബ്രേഷനും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം എല്ലാവരും ശ്രദ്ധിക്കണം. ഇത് നമുക്ക് ക്ലച്ചിൻ്റെ പുള്ളിയാണ് സെറ്റ് ചെയ്യാനുള്ളത്. ഇതാണ് ക്ലച്ചിൻ്റെ പുള്ളി. അപ്പോൾ നമുക്കിത് ബെൽറ്റിലേക്കിട്ട് ലോഡ് ചെയ്ത് നിർത്തണം. ഇനി നമുക്ക് അതേപോലെ തന്നെ ഇവിടുത്തെ ആ നെറ്റ് കാര്യങ്ങളെല്ലാം ആയിട്ട് ടൈറ്റ് ചെയ്യാം. 17ന്റെ ഒരു നെറ്റ് കൂടിയാണ് വരുന്നത്. ഈ ഒരു നെറ്റ് വെച്ച് ടൈറ്റ് ചെയ്യാം. ഇനി നമുക്ക് വണ്ടി ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. ബാക്ക് വീലിലേക്കുള്ള ഡ്രൈവിംഗായി. ബെൽറ്റ് പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. അപ്പോൾ നമുക്ക് ഈ ബെൽറ്റ് പൊട്ടിക്കഴിഞ്ഞാൽ ഈ ബാക്ക് വീല് കറങ്ങാതെ നിൽക്കാൻ വണ്ടി നമ്മൾ ആക്സിഡൻറ്റ് കൊടുത്താലും വണ്ടി മുന്നോട്ട് മൂവ് ആവാതെ റൈസ് ആവാതെ നിൽക്കുന്ന ഒരു പ്രശ്നം കണ്ടുവരാറുണ്ട്. അപ്പോൾ ബെൽറ്റാണ് പൊട്ടിയുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്കിനി കവറിങ് കാര്യങ്ങളെല്ലാം വെച്ച് അടയ്ക്കാം. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള രീതിയിൽ ബെൽറ്റ് മാറേണ്ടത് എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.